2 பேர் வராங்க. ഞങ്ങൾക്ക് നിന്റെ അച്ഛനെ ചോദിച്ചാ അവൾക്ക് ഇഷ്ടം നിന്റെ അച്ഛനെ ഒരു കാര്യം പറയാൻ പറ്റേ ഫാമിലി എന്നാ നടക്കുന്നത് സത്യമായി എനിക്കേ തെരിയില്ല. അല്ല നിങ്ങൾ എവിടെ നിൽക്കണത്? അല്ല നിങ്ങൾ ഇത് പറഞ്ഞ അച്ഛൻ എന്തോ സംസാരിച്ചു, എന്തൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞല്ലേ? സുരേന്ദ്രേട്ടൻ്റെ ഇല്ലേ ഏതാണ് ഈ എന്താണ് വലിയ കാട്ടിൽ സുരേന്ദ്രൻ മറ്റൊരാളുടെ വീട് അറിയില്ല, ഒരു വലിയൊരു വീടായിട്ടുള്ളത്. അതന്നെ ആ ഭാഗത്ത് ഇരുന്നപ്പോൾ ഞാനും അനിയത്തിക്ക് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരും കേട്ടോ, ബാക്കി ഇവിടെ ഒന്ന് സംസാരിക്കാം. ശരി. അത് അപ്പ എന്താണ് ഏതോ പയ്യനെ തങ്കച്ചി പേസ് വെച്ചേക്കാം. നിനക്ക് മോളെ എന്തെങ്കിലും അറിയോ? ഇല്ല ഇതെല്ലാം എന്താണ് ഇങ്ങനെ தெரியாது. வெளியிலெல்லாம் கொஞ்சம் முன்னாடி இப்போ இல்லை 20 years பேக் எல்லாம் முன்னாடி இருந்தது குழந்தை இருந்தது பிறந்தது யாருக்கெல்லாம் பேசி வச்சுக்க சொல்லியிருக்கா. അച്ഛൻ്റെ മറ്റേ എന്താണ് ഏതോ ഫ്രണ്ടിൻ്റെ മകനാണ് സംസാരിച്ച് വെച്ചിരിക്കുന്നത് പറഞ്ഞത്. ആർത്താ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ അടുത്ത് നീയും പറഞ്ഞിട്ടില്ല, റിയയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ റിയയുടെ മാറ്റർ എന്നോട് മാറ്റർ தெரிஞ்சதுனால இல்லை அதுதான் ரியா மேட்டர் ஓகே இருந்து பேசியிருக்கு சொன்னால் அது உன்னோட மேட்டர் வந்ததுனால பேசியிருக்க சொல்லலாம். இது இருந்து எப்படி வந்திருக்கு? இவனுக்கா இருந்து பேசி வச்சிருக்காமா? இவகிட்ட கேட்கல, என்கிட்ட கேட்கல. வர்றது யாரு? அவன் தானே அந்த பையனோட அண்ணா யாரோ வர்றாமா? இல்லை வர சொல்லியிருக்க வரட்டும், வந்ததுக்கப்புறம் பாக்கி பேசிக்கலாம். உனக்கு தெரியாதுல்ல, எதுவும் தெரியாதுல்ல, பார்த்துல நீ 2 பேர் வராங்க. ഞാനാരാ നിനക്കറിയില്ലേ? നിന്റെ അച്ഛനക്ക് അറിയില്ലേ ഞാനാരാണെന്ന്? എന്റെ അനിയൻ നിന്നെ കാത്തിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നിന്റെ അച്ഛനെ അന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്നലത്തെ മഴ ഒരു മിനിറ്റ് നിങ്ങളുടെ ആരാ പറഞ്ഞത് വാക്ക്? നിന്റെ അച്ഛനെ ഒരു മിനിറ്റ്. അച്ഛൻ വാക്ക് പറഞ്ഞു. പെണ്ണിനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാ? പെണ്ണിന്റെ ചോദിച്ചാ അവൾക്ക് ഇഷ്ടം നിന്റെ അച്ഛനെ അവൾക്ക് ഇഷ്ടമാണ്. ഒരു മിനിറ്റ് ഞാൻ ചോദിച്ച ഒറ്റ ഉത്തരം പറയാം സാർ. ഞാൻ ചോദിച്ച ഒറ്റ ഉത്തരം, അവൾക്ക് നിന്റെ അനിയനെ ഇഷ്ടമാണോ? ആണോ? ആണെങ്കിൽ ഇറക്കി കൊണ്ടുപോയിക്കോ. ഇവിടെ മിഠായി വല്ല കളിപ്പാട്ടോ ഇവിടെ നിൽക്കാൻ? എന്റെ അനിയൻ അവളെ ആലോചിച്ചിരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതാ. சொன்னார்ல அவங்க அப்பா சொன்னார்ல, அவங்க அப்பா தானே சொன்னாரு, வாக்கு கொடுத்தாரு. அவங்க அப்பா கட்டிட்டு போங்க. அப்பா நீ അപ്പാ കെട്ടി പോറില്ല. അച്ഛനെ കെട്ടാൻ പറ്റില്ല. കാരണം ഒറ്റ കാര്യം ഞാൻ ചോദിച്ചു എത്ര പറയാം. നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളൊരു ഒറ്റ കാര്യം ആലോചിച്ചേക്കുക. ഒരു കാര്യം ആരാണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളൊരു മര്യാദ തരുന്നത് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞു. ആ ഒരു മര്യാദയ്ക്കാണ്, അല്ലെങ്കിൽ വന്നതോടെ ഞാൻ തല്ലിയിട്ടുണ്ടാവും. ഈ ഇതിൽ നിന്നത് ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വർത്താനം പറയും, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടും നിങ്ങളുടെ അച്ഛനാണ്. ഓക്കെ, ഞാൻ ആൾക്കൊരു മര്യാദ തരുന്നുണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞു. ഒറ്റ കാര്യം ചോദിച്ചേക്ക് മോളെ, ഞാൻ നിൻ്റെ ആരാണ്? ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും വേണോ? സമ്മതിച്ചു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ അനിയൻ, നിന്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ ഇവിടെ എൻ്റെ അനിയനിക്ക് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞതാണോ? നീ എപ്പോൾ അവിടെ വന്നു എന്ന് എനിക്കറിയില്ല.
എന്റെ ഒരു മകനുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കണം? ഇവിടെ പെട്ടെന്ന് ഒരു ഭാഗത്ത് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇതെന്റെ ഏട്ടനാണെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കണം? നിന്നെമാര് ചെറ്റ കുടുംബത്തിൽ പറഞ്ഞവരാ, ഞങ്ങൾ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവരാ. ഇവ ഞങ്ങള് വിശ്വസിക്കണ? அங்க போய் கேட்டீங்களா உங்க அப்பா கிட்ட? கேட்டீங்களா? அப்பா கிட்ட கேட்டுதான்டா நான் வந்தேன். அப்பா கிட்ட கேட்டுதான்டா. കുടുംബം ഏത് വീട്ടിലെ ചെറ്റ കുടുംബടാ മൈരിയാടെ? എങ്ങനെ നീ പറയുന്നത്? നീ ഇങ്ങനെ എങ്ങനെ പറയോ? നീ നല്ല കുടുംബമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ. ചേട്ടാ നിങ്ങൾ ആരാണ്? എന്റെ കൂട്ടുകാരൻ, എന്റെ ഫ്രണ്ടാണ്. മാറി, ഞാൻ തനിയാ പാത്തിക്കണം. എന്താണ് നിങ്ങൾക്ക്? ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് വിളിച്ചു വരുത്തിരുന്നില്ലേ? നിങ്ങൾക്ക് കാണണം പറഞ്ഞു, ഞാൻ കാണാനുള്ളത് ഉണ്ടാക്കി. എൻ്റെ അനിയത്തെ കാണണം പറഞ്ഞു, കാണാനുള്ളത് ഉണ്ടാക്കി. എൻ്റെ അനിയത്തിക്ക് നിങ്ങളുടെ ഒരു മിനിറ്റ്, നിങ്ങളുടെ അനിയനെ ഇഷ്ടമാണോ? വിളിച്ചിട്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല, ഞാൻ കെട്ടിച്ചു തരാം. എത്ര അവൾക്ക് ഇരുന്നില്ലേ? എത്ര 50 പവൻ സ്വർണ്ണം ഇട്ട് ഞാൻ വിടണ? ഞാൻ വിടാൻ തയ്യാറാണ്, ഞാൻ കെട്ടിച്ചു തരാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് ഒരു മിനിറ്റ്, നിങ്ങളൊരു കാര്യം ചോദിച്ചില്ല. വന്നൂറ് വിളക്കാറ് നിങ്ങൾ കണ്ട രീതിയിലാണ് നിങ്ങൾ വന്നത്. പക്ഷെ അവള് നിങ്ങളെയും കണ്ടിട്ടില്ല, നിങ്ങളുടെ അനിയനെയും കണ്ടിട്ടില്ല. നിങ്ങളെന്നെ ആലോചിച്ചോ, നിങ്ങളുടെ അനിയനെ കാണാണ്ട് ഒരാള് നിങ്ങളുടെ പെങ്ങളാണെങ്കിൽ സമ്മതിക്കുമോ? ഞാൻ ചോദിച്ചു, ഒരു മിനിറ്റ്, ഇനി വെറുതെ നീട്ടാൻ നിൽക്കില്ല, വളയ്ക്കാൻ നിൽക്കില്ല. ഒറ്റ ചോദ്യം ചോദിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കുടുംബക്കാര്, ഞങ്ങൾ കാരണം അവർക്ക് സ്ഥാനം കൊടുത്ത് 10-20 വർഷം മുമ്പ് അത് ഞങ്ങൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നീ പറഞ്ഞ രൂപത്തിൽ നിന്നെ ഞാൻ ഇന്നലെ കണ്ടിട്ടുള്ളൂ. ഇതിനു മുമ്പ് നിന്റെ ഇവളുടെ അച്ഛനെ കൂടെ തന്നെ നിന്നെ കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞു എനിക്ക് എന്തൊരു മകനില്ല. ശരി, അച്ഛൻ്റെ പോയി സംസാരിക്കും. അച്ഛൻ്റെ പോയി സംസാരിക്കും. അച്ഛൻ്റെ പോലെ സംസാരിക്കാം. അച്ഛനെ തന്നെ പോയി സംസാരിക്കണം. അച്ഛൻ്റെ കൂടെ അല്ല നീ ഇരിക്കണത്. എന്റെ കൂടെ ഇരിക്കണത്. നിന്റെ കൂടെ അല്ലേ? പിന്നെ എന്റെ പെങ്ങൾ എന്റെ കൂടെ അല്ലാണ്ട് പിന്നെ ആരോടെ ഇരിക്കുക? അപ്പൊ ഞാൻ എന്റെ അനിയൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. നിന്റെ അച്ഛൻ തന്ന വാക്കാണല്ലോ. നിന്റെ അച്ഛൻ തന്ന വാക്കിന് വിലയില്ലേ? നീ അച്ഛന്റെ മകനല്ലേ? ആ അച്ഛന്റെ വാക്കിന് നീ വില വെക്കില്ലേ? നീ അത് ആദ്യം മനസ്സിലാക്കണം. അവൻ കേൾക്കരുത്, തപ്പ് കിടയാത്. ഓക്കെ, നിങ്ങൾ ചോദിച്ച കാര്യത്തിന് ഒരു തെറ്റുമില്ല. ശരി, നിങ്ങൾ പറയണത് നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് നിങ്ങൾ തരുന്നില്ല. നിങ്ങളെ തെറ്റ് ഞാൻ പറയുന്നില്ല. ഒന്ന് ഞാൻ പറയുന്നുള്ളൂ, എന്റെ അച്ഛൻ വാക്ക് കൊടുത്തു എന്ന് പറയണോ? എന്റെ അച്ഛൻ വാക്ക് ഒന്ന് പറയണം. ഒരു മിനിറ്റ്, എന്റെ അച്ഛൻ വാക്ക് തന്നതിന്റെ പേരിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ എന്റെ പെങ്ങൾക്ക് ഓക്കെ, നിങ്ങളുടെ അനിയൻ, നിങ്ങൾ എല്ലാം നിങ്ങളെ പറഞ്ഞ മാത്രം കേൾക്കണ്ട. அதுதான் புள்ளே இல்லைன்னு சொல்லிட்டு தலையை முடிக்கிட்டாரு, செத்து போச்சுன்னு சொல்லிட்டாரு. എന്താ മനസ്സിലായ? ஓகேவா? മകളില്ല എന്ന് പറഞ്ഞിട്ട് ആള് ഇനി എനിക്ക് മകനും ഇല്ല മകളും ഇല്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് പറഞ്ഞതിന് ശേഷമാണ് അവൾ എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അച്ഛനോടാണ് സംസാരിക്കേണ്ടത്, എന്നോടാണ് സംസാരിക്കേണ്ടത്. സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നോട്. ഏട്ടാ ഒരു മിനിറ്റ്, നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രം ചിന്തിക്കണം. നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇച്ചിരി മാന്യത ഉണ്ടോ? ഞങ്ങൾ പൊട്ടിമുളച്ച ഏട്ടനോട് ഞങ്ങൾ വാക്കില്ല, ഞങ്ങൾ അച്ഛനോടാണ് സംസാരിക്കുന്നത്. അച്ഛൻ്റെ പോയി സംസാരിച്ചോ? വിട്ടോ, അച്ഛൻ്റെ പോയി സംസാരിച്ചു. വിട്ടോ, എനിക്ക് സംസാരമില്ല. എനിക്ക് എൻ്റെ അനിയനിക്ക് വിടാൻ മതി. ഒരു കാര്യം, ഒരേ മിനിറ്റ്, കൂപ്പിട്ടു. നിങ്ങൾ ആരവരെ വിളിക്കും, വിട്. ഈ അച്ഛൻ എന്തിന്റെ കേടാണ് മോളെ? വണ്ടി ഓടിച്ചിരുവാ, അവൾക്ക് എന്റെ അച്ഛൻ കൊടുക്കാന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ സായി അവന്റെ ഒച്ചയ്ക്കാനും പാടില്ല. ഞാൻ നിങ്ങൾക്ക് സംസാരിച്ചോടിക്കരുത്. അവൾക്ക് ഇഷ്ടമാണോ പറയണ ഡേറ്റ്, പറയണ മുഹൂർത്തത്തിൽ നല്ല രീതിയിൽ എൻ്റെ അച്ഛൻ ചെയ്യുന്നതിനേയും കാട്ടി നല്ല രീതിയിൽ എത്ര പവൻ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് ഇട്ട് ശ്രീധരൻ തന്ന് നല്ല രീതിയിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാണ്.